എല്ലാ ഷാലോ ടി വി പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത് എന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തന നിരതമായിരിക്കുന്ന സന്യാസിനി സമൂഹമാണ് മദർ മേരി ലിറ്റിയാൽ സ്ഥാപിതമായ ദൈവപരിപാലനയുടെ ചെറിയ ദാസികളുടെ സന്യാസിനി സമൂഹം. പൂർണ്ണമായും ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് തങ്ങളുടെ ജീവിതം മുഴുവൻ കർത്താവിന് സമർപ്പിച്ചവരാണ് ഇവർ. ഈ സന്യാസിനി സമൂഹത്തിൻ്റെ രണ്ടാമത്തെ മദർ ജനറാളും മദർ മേരി ലിറ്റിയുടെ സഹോദരപുത്രിയുമായ സിസ്റ്റർ റോസ്ലി LSDPയുടെ ജീവിതത്തിലും ദൈവപരിപാലനയുടെ വലിയ അനുഭവങ്ങൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. തൻ്റെ മണവാളനായ ഈശോയുടെ സ്വരം തിരിച്ചറിഞ്ഞ് സർവവും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച ഈ ജീവിതം ഇന്ന് അനേകർക്ക് പ്രകാശമായി മാറുകയാണ്. പാവപ്പെട്ടവരെയും രോഗികളെയും ശുശ്രൂഷിക്കുവാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ സന്യാസിനിയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ദൈവിക ഇടപെടലുകളെക്കുറിച്ച് നമുക്ക് ശ്രവിക്കാം. മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സിസ്റ്റർ റോസ്ലിക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഷാലോൺ ടി വി പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ വീട് കോതമംഗലത്താണ്. വീട്ടുപേര് ഓലിയപ്പുറം. അപ്പച്ചൻ OJ പീറ്റർ, അമ്മച്ചി ത്രേസ്യാക്കുട്ടി. ഞങ്ങൾ 7 മക്കളാണ്. 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. ഞാൻ 4ാമത്തെ മകളാണ് വീട്ടിൽ. എൻ്റെ 3 ചേച്ചിമാർ വിവാഹിതരാണ്. 2 സഹോദരങ്ങളും വിവാഹിതരാണ്, ആങ്ങളമാർ. ഒരു സഹോദരൻ മരിച്ചുപോയി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ 6 പേരാണ് വീട്ടിലുള്ളത്. സിസ്റ്ററിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കുമോ? ഞാൻ LP വിദ്യാഭ്യാസം നടത്തിയത് കോതമംഗലം അടുത്തുള്ള രാമല്ലൂർ SH LP സ്കൂളിലാണ്. പിന്നീട് UP ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോതമംഗലത്തെ സെയിൻറ്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു. അതിനുശേഷം പ്രീ ഡിഗ്രി, ഡിഗ്രി ഇവയെല്ലാം കോതമംഗലത്ത് തന്നെയുള്ള മാർ അത്തനേഷ്യസ് കോളേജിലാണ് നടത്തിയത്. ഡിഗ്രിക്ക് ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിക്കാനായിട്ട് എടുത്തത്. പഠനം കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ B.Edനായിട്ട് പോകാനായിട്ട് തീരുമാനമായി. എനിക്കൊരു ജോലി കിട്ടണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ ശാരദവിലാസ് ടീച്ചേഴ്സ് കോളേജിൽ ചേർന്ന് B.Ed പഠനം ആരംഭിച്ചു. B.Ed പഠനത്തിന് വേണ്ടി സിസ്റ്റർ മൈസൂർ എന്ന സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് വന്ന് പറഞ്ഞു, അവളും B.Edന് പോകുന്നു, അവൾക്ക് മൈസൂരിൽ ആരൊക്കെയോ പരിചയക്കാരുണ്ട്, അപ്പോൾ ഒരുമിച്ച് പോയി പഠിക്കാം, ഒരുമിച്ച് ജോലിയിൽ കയറാം, അപ്പോൾ ഈ ടീച്ചിങ് ആണെങ്കിൽ വളരെ എളുപ്പമുള്ള ഒരു ജോലിയാണല്ലോ, നിനക്കൊരു ജോലിയല്ലേ വേണ്ടത് എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാനും പിന്നെ അവളുടെ കൂടെ അങ്ങ് കൂടി. അങ്ങനെയാണ് ഞങ്ങൾ 2 പേരും മൈസൂരിലേക്ക് പോയത്. സിസ്റ്ററിൻ്റെ കുടുംബത്തിലെ ആ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തെ പറ്റി വിവരിക്കുമോ? എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചനാണ് കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. അമ്മച്ചിയെയും മക്കളെയും എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്നത് അപ്പച്ചന് നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്നും അപ്പച്ചൻ നിർബന്ധം പിടിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വൈകുന്നേരം എല്ലാ ദിവസവും കൃത്യമായിട്ട് കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കൂദാശകളുടെ സ്വീകരണം, വിശുദ്ധ കുർബാന, ഇതിലൊക്കെയും അപ്പച്ചനും അമ്മച്ചിക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ അപ്പച്ചനൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ വീട്ടിൽ വെച്ച് ചെറുപ്പത്തിലെ കുട്ടികളായിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് എൻ്റെ ചേച്ചി വന്നിരുന്നാൽ ഞാൻ ഉടനെ ഒരു ബഹളം ഉണ്ടാക്കും. അതുപോലെ തന്നെ അവൾ ബൈബിൾ വായിക്കേണ്ട ദിവസം എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ വായിക്കില്ല. ഞങ്ങൾ ഓരോരുത്തരും മാറി മാറിയാണ് ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്.
കാര്യം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ തന്നെ ആ ചെറുപ്പകാലത്ത് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുമൊക്കെ എനിക്കുണ്ടായിരുന്നു. കുട്ടിക്കാലത്തെ കുസൃതികൾ. അതെ. എന്നും രാവിലെ ദേവാലയത്തിൽ പോകുക അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കുർബാന അർപ്പിക്കുവാൻ പോകുമായിരുന്നു. അന്നൊന്നും ഈശോയുമായി അത്ര വ്യക്തിപരമായൊരു ബന്ധമില്ല. ചിലപ്പോഴൊക്കെ കുർബാനയ്ക്ക് പോയിരുന്നത് കോളേജിൽ സമരം തീർന്നുവെന്നറിയാനും, പിന്നെ പരീക്ഷയുടെ പ്രശ്നങ്ങൾ, എന്ത് സിലബസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എക്സാം ടൈം ടേബിളിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ എന്നറിയാനും കൂട്ടുകാരെ കാണാനും ഒക്കെ ആയിരുന്നു ചില ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോയിരുന്നത്. എപ്പോൾ മുതലാണ് ദൈവത്തിൻ്റെ മണവാട്ടിയാകണം എന്നുള്ള ഒരു ആശയം സിസ്റ്ററിലേക്ക് ഉദിച്ചത്? ഞാൻ BEd കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തന്നെ എനിക്ക് സ്കൂളിൽ ജോലി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ജോലി കിട്ടിയാൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം, എനിക്കെല്ലാം നേടി എന്നൊരനുഭവം കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. BEd പഠനത്തിന് ശേഷം ഉടനെ തന്നെ സിസ്റ്റർ ജോലിയിൽ പ്രവേശിച്ചോ? ജോലിയിൽ പ്രവേശിച്ചു. ആദ്യം പെർമനൻ്റ് പോസ്റ്റിലും പിന്നീട് ടെമ്പററി പോസ്റ്റിലുമായിട്ട് ഞാൻ 5 മാസമാണ് സ്കൂളിൽ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ അവസാനത്തെ 3 മാസങ്ങൾ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയായിരുന്നു ജോലിക്കായിട്ട് കയറിയത്. അപ്പോൾ സിസ്റ്റർ ഈ ദൈവവിളിയെക്കുറിച്ചുള്ള ആ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കുമോ? അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് കയറി അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായ ഒരു പ്രത്യേക അനുഭവം, എൻ്റെ ഉള്ളിലിരുന്ന് എന്തോ ഒരു ഭയങ്കരമായ ഒരു സംസാരം, അതായത് എനിക്ക് സന്യാസ വിളിയുണ്ട് എന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ അതുവരെ ഞാൻ പലരോടും പറഞ്ഞിരുന്നു, ഒരു സന്യാസിനിയായിട്ട് ഒരു സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ട് ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ആകത്തില്ല, ഇങ്ങനൊരു സന്യാസ വസ്ത്രം ഞാൻ ധരിക്കില്ല, എനിക്ക് സന്യാസ വിളിയില്ല, ഇതൊക്കെ പിന്തിരിപ്പൻ പ്രസ്ഥാനമാണ് എന്നൊക്കെ പലരുടെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ സന്യാസത്തോടൊരു ആകർഷണം, മാത്രമല്ല ലോകത്തിലെ പണവും പ്രതാപവും മായയാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ നിരന്തരമായിട്ട് എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഈ ഒരു തീരുമാനത്തിൽ, ദൈവത്തിൻ്റെ മണവാട്ടിയാകണമെന്ന തീരുമാനത്തിൽ ദൃഢമായി ഉറച്ചു നിൽക്കാൻ തുടങ്ങിയത് ഏതൊരു അനുഭവത്തിലൂടെയാണ്? അതിന് പ്രത്യേകമായി എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ കിട്ടിയപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയുമായൊരു വ്യക്തിബന്ധത്തിലേക്ക് എനിക്ക് കടക്കേണ്ടതായിട്ട് വന്നു. കാരണം ഊണിലും ഉറക്കത്തിലും എനിക്ക് ഇതേ ചിന്ത തന്നെയായി. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും സന്യാസിനിയാകണം, സമർപ്പിത ജീവിതത്തിലേക്ക് കടക്കണം എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലിരുന്ന് വന്നുകൊണ്ടിരുന്നു. അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് വിവേചിക്കാൻ വേണ്ടി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ, ഇതൊന്ന് വെളിപ്പെടുത്തി തരണമേ, ആരാണ് സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇത് പിശാചിൻ്റെ എന്തെങ്കിലും പ്രലോഭനമാണോ, എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ, അതോ ഈശോയുടെ വിളിയാണോ, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഒരിക്കൽ ഏഴുമുട്ടം കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോയപ്പോൾ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും പോകാറുണ്ട് എല്ലാ ശനിയാഴ്ചകളിലും. ഞാൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഇന്ന് എനിക്കൊരു ഉത്തരം തരണം, എനിക്ക് സന്യാസ വിളി ഉണ്ടോ ഇല്ലയോ, ഞാൻ ഇത്ര നാളെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നു, ഉത്തരം തരണം എന്ന് ആവശ്യപ്പെട്ടാണ് ആ പ്രാർത്ഥനയ്ക്ക് പോയത്. അപ്പോൾ സിസ്റ്ററിന് ആ ഒരു ഉത്തരം ലഭിച്ചോ? എനിക്ക് ഉത്തരം ലഭിച്ചു. അവിടെ വചനം പങ്കുവെച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട വൈദികനിലൂടെ എനിക്ക് ഉത്തരം ലഭിച്ചു. അച്ഛൻ പറഞ്ഞത് ഇതാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സംശയങ്ങളുണ്ടോ, ചോദ്യങ്ങളുണ്ടോ, നിങ്ങൾ പ്രാർത്ഥനാപൂർവം ദൈവവചനം തുറന്ന് വായിക്കുക, കൃത്യമായ ഉത്തരം കിട്ടും എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനെ അത് വളരെയേറെ സ്പർശിച്ചു. അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടുമെന്നൊരു ബോധ്യം ഈശോ തന്നു. ഞാൻ അന്ന് വീട്ടിൽ വന്നിട്ട് ഒരു മുറിയിൽ കടന്നിരുന്നു ബൈബിളുമായിട്ടിരുന്നു. കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഈശോയോട് ചോദിച്ചു, ഈശോ, എനിക്ക് സന്യാസവിളി ഉണ്ടെങ്കിൽ ഇപ്പോൾ വചനം തുറക്കും, എനിക്ക് കാണിച്ചു തരണം. എന്തായാലും കർത്താവ് ഉടനെ തന്നെ എനിക്കൊരു വചനം തന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഈശോ പ്രകാരം ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ മാതാപിതാക്കളെ, വയലുകളെ, മക്കളെ ഒക്കെ ഉപേക്ഷിക്കുന്നവർക്ക് ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങായും വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനും ലഭിക്കും. അപ്പോൾ ഈ വചനം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് സന്യാസത്തിലേക്ക് ഈശോ എന്നെ വിളിക്കുന്നതാണെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. പക്ഷേ വീണ്ടും എനിക്ക് സംശയങ്ങൾ വരാൻ തുടങ്ങി. ഈ വചനത്തിൽ കിട്ടിയത് ശരിയാണോ, ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും, ഞാൻ എൻ്റെ ജീവിതം ഒന്നുകിൽ ഞാൻ ഈശോയ്ക്കായിട്ട് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ്, അപ്പോൾ അതിനൊരു ഉറപ്പ് വേണമല്ലോ,
ഞാൻ പറഞ്ഞു, ഈശോയെ ഇത് മാത്രം പോരാ, മനുഷ്യരാരെങ്കിലും എന്നോടൊന്ന് സംസാരിക്കണം. അങ്ങനെ ഞാൻ പിന്നീട് ഈശോയോട് പറയാൻ തുടങ്ങി. ഈ സന്യാസി ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് കടമ്പകൾ കടന്നു എന്ന് സിസ്റ്റർ പറയുന്നു. അത് ഒന്ന് ആ ഒരു അനുഭവത്തെ ഒന്ന് വിശദീകരിക്കുമോ? അപ്പോൾ ഞാനിങ്ങനെ എന്നോട് മനുഷ്യ വ്യക്തികൾ ആരെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈശോ എൻ്റെ ഉള്ളിൽ തന്നൊരു പ്രചോദനമാണ്. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു ലീഡറുണ്ട്, ആ ചേട്ടനോട് സംസാരിക്കുക, വരദാനങ്ങളുള്ള വ്യക്തിയാണ്. ഞാൻ ആ ചേട്ടനുമായിട്ട് സംസാരിച്ച് എൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നുണ്ട്, ഇത് ദൈവികമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് ദൈവികമായ ചിന്തകളാണ്, ഇത് പരിശുദ്ധാത്മാവ് തരുന്നതാണ്, ഇത് സന്യാസത്തിലേക്കുള്ള വിളിയാണ്, ഭയപ്പെടാനും ഒന്നുമില്ല എന്നൊരു ഉത്തരം എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നുവെങ്കിൽ തന്നെയും പിന്നീട് വീണ്ടും സംശയങ്ങൾ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സന്ദേശം കിട്ടിയോ, ഇത് ശരിയാണോ എന്നുള്ള ചിന്തകൾ അലട്ടാൻ തുടങ്ങി. വീണ്ടും ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ അടുത്ത ഒരാളോടും കൂടെ ചോദിക്കുക. സ്ത്രീകളുടെ ഒരു ലീഡറുണ്ട് ഏഴുമുട്ടം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ, ആ ചേച്ചിയുമായിട്ട് സംസാരിക്കണം എന്നുള്ള പ്രചോദനം കിട്ടി. ഞാൻ ആ ചേച്ചിയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ചേച്ചിയും എന്നോട് പറഞ്ഞു, ഇത് ഈശോ വിളിക്കുന്നതാണ്, ഇത് സന്യാസ വിളിയിലേക്കുള്ള ക്ഷണമാണ്, നീ ഇതിനെ അനുഗമിക്കുക, നീ അനുഗ്രഹിക്കപ്പെടും. അപ്പോഴാണ് ഞാൻ ഉറപ്പിച്ചത് എനിക്ക് സന്യാസ വിളി ഉണ്ടെന്നുള്ളത്. അപ്പം എൻ്റെ മനസ്സിൽ കിട്ടിയതും വചനത്തിൽ കിട്ടിയതും രണ്ട് വ്യക്തികളിലൂടെ സംസാരിച്ചും എല്ലാം ഒരേ കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ സന്യാസ ജീവിതം സ്വീകരിക്കാം. അവിടം വരെ എത്തി. എങ്കിലും അടുത്ത ഘട്ടം വീണ്ടും എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ഞാൻ ചോദിച്ചു, ഈശോ ഞാൻ ഏത് സന്യാസ സമൂഹത്തിൽ ചേരണം? അപ്പോൾ എനിക്ക് എവിടെയാണ് ചേരേണ്ടതെന്ന് അറിയില്ല. ഞാൻ പഠിപ്പിക്കുന്നത് CMC സിസ്റ്റേഴ്സിൻ്റെ കൂടെ, പിന്നെ എല്ലാ സന്യാസ സമൂഹങ്ങളോടും എനിക്കിഷ്ടമാണ്. പക്ഷേ എവിടെ ചേരണമെന്നൊരു വ്യക്തതയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്ക് എൻ്റെ സന്യാസ ജീവിതം എവിടെയാണ് നയിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് വീണ്ടും പ്രാർത്ഥനയിൽ തന്നെയാണ് അഭയം തേടിയത്. അപ്പോൾ ഒരു ദിവസം ഈശോ വചനം തുറന്ന് വായിക്കാനുള്ള ഒരു പ്രചോദനം തന്നു. ഞാൻ ബൈബിൾ തുറന്ന് ഈശോയോട് ചോദിച്ചു, എവിടെയാണ് ഞാൻ ചേരേണ്ടത്? അപ്പോൾ കിട്ടിയ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായമാണ്. അതിനെ തലക്കെട്ട് തന്നെ ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്നതാണ്. അപ്പോൾ ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഭാഗമാണ് അവിടെ മുഴുവൻ എഴുതിയിരിക്കുന്നത്. അവസാനം നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും എന്നുള്ള വചനങ്ങൾ. അപ്പോൾ ഈ വചനം കിട്ടിയപ്പോൾ എനിക്ക് ബോധ്യമായി കർത്താവ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെയുള്ളൊരു ജീവിതശൈലി സ്വീകരിച്ചിരിക്കുന്ന ഒരു സന്യാസ ജീവിതത്തിലേക്കാണെന്നുള്ളത്. അപ്പം എനിക്ക് ഉണ്ടായൊരു പ്രശ്നം ഇതാണ്. എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങൾ ആണ് മദർ മേരി ലിറ്റി, ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപക. അപ്പം മദർ MSJ സന്യാസ സമൂഹത്തിൽ നിന്നും മാറി പുതിയൊരു സമൂഹം തുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. അതിൻ്റെ പേര് ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്നതാണ്. അതിൻ്റെ മോട്ടോ ആദർശവാക്യം വിശുദ്ധ മത്തായി 6:33 അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കർത്താവ് വിളിക്കുന്നത് മദർ ലിറ്റി തുടങ്ങിയ സന്യാസ സമൂഹത്തിലേക്കാണെന്ന്. പക്ഷേ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, സ്വന്തക്കാരൊന്നും മഠത്തിൽ ഒരിക്കലും പോകരുത്, പോയാൽ ശരിയാവുകയില്ല, അവിടെ ഞാൻ പോകില്ല. ഈശോയോട് പറഞ്ഞു, ഈശോയെ വേറെ ഏതെങ്കിലും സമൂഹത്തിൽ ഞാൻ ചേരാം, സ്വന്തക്കാരൻ മഠത്തിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതെനിക്കൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തീർന്നു. കാരണം മഠത്തിൽ ചേരണം, പക്ഷേ ചേരേണ്ട മഠം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഈശോ ഇത് കാണിച്ചു തരുന്നു, പക്ഷെ അവിടെ ചേരാനായിട്ട് ഞാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ വീണ്ടും പ്രാർത്ഥനയിൽ തന്നെ അഭയം തേടി ഏതെങ്കിലും വേറെ മഠത്തിൽ ചേരാനുള്ള വഴികളൊക്കെ കർത്താവിനോട് ചോദിച്ചിട്ട് എനിക്ക് ഒരിക്കലും ഈശോ തന്നിട്ടില്ല. ഞാൻ എപ്പോൾ ചോദിച്ചാലും ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം എനിക്ക് എടുത്തു തരികയാണ്, ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. അപ്പോൾ ഈ മദർ തുടങ്ങിയ സ്ഥാപനത്തിലേക്കാണ് കർത്താവ് എന്നെ വിളിക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഒരു അടയാളം തരണം. ഞാൻ മദറിനോട് ചോദിക്കാതെ തന്നെ മദർ എനിക്ക് ഇങ്ങോട്ടൊരു അടയാളം തരികയാണെങ്കിൽ ഞാൻ മദർ തുടങ്ങിയ സമൂഹത്തിൽ വന്ന് ചേരാം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ ശക്തമായ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഒരു ദിവസം സ്കൂൾ വിട്ട് ഞാൻ വരുമ്പോൾ പോസ്റ്റ്മാൻ ഒരു ചെറിയ കാർഡ്, ഒരു പോസ്റ്റ് കാർഡ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ഞാൻ നോക്കിയപ്പോൾ അത് മദറിൻ്റെ ഒരു കത്താണ്. അതിൽ 2 വാചകങ്ങൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ പുതിയ അർത്ഥിനികളെ സ്വീകരിക്കുന്ന ദിവസമാണ് ഈ ദിവസങ്ങളൊക്കെ. നിനക്ക് 100% താല്പര്യമുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിനായി വരിക. ഇതായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഇത് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്നത്. അപ്പോൾ ഞാൻ മദറിൻ്റെ ആ സമൂഹത്തിൽ ചേരാനായിട്ട് ആഗ്രഹിച്ചു.
അങ്ങനെ ഞാൻ ആ സമൂഹം വന്ന് കാണാനായിട്ട് കുന്നന്താനത്താണ് സമൂഹം. കുന്നന്താനത്തേക്ക് ഒരു ദിവസം വന്നു. അവിടെ വന്നപ്പോൾ ഒരു കൊച്ച് വാടക വീട്ടിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമാന്യമുള്ളവരും വികലാംഗരുമായ കുറച്ച് മക്കളുണ്ട്. പിന്നെ ആദ്യ ബാച്ചിലെ സിസ്റ്റേഴ്സ് ആവാൻ പഠിക്കുന്ന അർത്ഥിനികളുണ്ട്. പിന്നെ എൻ്റെ ബാച്ചിൽ വന്ന് ചേരുന്ന അർത്ഥിനികൾ. ഇത്രയും പേരാണ് അവിടെ ഉള്ളത്. അവിടെ യാതൊരു സുഖസൗകര്യങ്ങളും ഒന്നുമില്ല. കറണ്ടില്ല, പൈപ്പില്ല, നിലത്ത് കിടന്നുറങ്ങണം. ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും എൻ്റെ ഉള്ളിൽ ശക്തമായ ഒരാകർഷണം ഈശോ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ അവിടെ ചേരാമെന്ന് തീരുമാനമെടുത്തു. മദർ എനിക്ക് അസീസി പുണ്യവാൻ്റെ പുസ്തകം വായിക്കാൻ തന്നു. ഞാനത് വായിച്ചു. ഒരു രാത്രി അല്ലാണ് അവിടെ തങ്ങിയത്. രാത്രിയിൽ ഇങ്ങനെ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ചേരണമെങ്കിലും ഒരു വലിയ സംഘർഷം അനുഭവപ്പെട്ടു. ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് മണ്ടത്തരമാണെന്നാൽ പിശാച് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത കൊണ്ടുവന്ന് തന്നു. അങ്ങനെ രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ട് ഞാൻ ഞെരുങ്ങുന്ന ഒരു അനുഭവം എനിക്ക് ആ രാത്രിയിലുണ്ടായി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായി. ഈശോ എനിക്ക് നല്ല ഉറച്ച ഒരു ശക്തി തന്നു സന്യാസത്തിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനമെടുത്തു. പിറ്റേ ദിവസം മദർ കുന്നന്താനം പള്ളിയിൽ കുർബാനയ്ക്കായിട്ട് പോയപ്പോൾ വികാരിയച്ഛനെ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ അച്ഛനോട് മദർ പറഞ്ഞു, ഇതെൻ്റെ നീസാണ്, ഇവൾ മഠത്തിൽ ചേരാൻ വരികയാണ് എന്നൊക്കെ കുറച്ച് സംസാരിച്ച് BEd ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അച്ഛൻ എന്നോട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു, മോളെ ഈ മഠത്തിൽ ചേരരുത്, ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാട് പിടിച്ച ജീവിതമാണ്, ഈ സിസ്റ്ററിൻ്റെ കൂടെ ഒരിക്കലും ചേരരുത് എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം അനുഭവപ്പെട്ടു. കാരണം ഞാൻ എല്ലാം ഒരുക്കി വെച്ച് ചേരാനായിട്ട് എല്ലാ തീരുമാനം എടുത്തപ്പോൾ അവസാനത്തെ ഒരു പ്രശ്നമായിട്ട് ഇത് വന്നിരിക്കുകയാണ്. അച്ഛനാണെങ്കിലും മദറിനെ വളരെ സഹായിക്കുന്ന അച്ഛനാണ്. മഠം തുടങ്ങാൻ വേണ്ടിയും അതിരൂപതയിൽ നിന്ന് അനുവാദം കിട്ടാനും എല്ലാം വളരെയേറെ അധ്വാനിക്കുന്ന അച്ഛനാണ്. അപ്പോൾ അച്ഛനത് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് എൻ്റെ ഉള്ളിൽ തോന്നാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പോൾ ഞാൻ കഷ്ടപ്പാട് മൂലം തിരിച്ചു പോവുമായിരിക്കും, മഠം വിട്ടു പോകും, അപ്പോൾ എനിക്ക് നിലനിൽക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ വന്നാൽ ശരിയാവുകയില്ല. ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ എൻ്റെ ഉള്ളിൽ നിറയാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ചേരണമെന്ന് വലിയ ആഗ്രഹം. പക്ഷേ ഈ ചിന്തകൾ എന്നെ അലട്ടാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യണം ഈശോയോട് ചോദിച്ചുകൊണ്ടിരുന്നു, ഈശോ ഇതിന് എന്തോ ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല, മഠത്തിൽ ചേരാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ ഈ നെഗറ്റീവ് ചിന്തകൾ മാറുന്നില്ല. അപ്പോൾ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെട്ട ഒരു അനുഭവം ഉണ്ടായി. ആദ്യ വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ നിന്നും കുട്ടികളെയും കൊണ്ട് വിശുദ്ധ കുർബാനയ്ക്കായി കോതമംഗലം കത്തീഡ്രൽ പള്ളിയിൽ പോയപ്പോൾ എൻ്റെ അമ്മച്ചി ഒരു കാര്യം പറഞ്ഞു വിട്ടു. അമ്മച്ചിയുടെ ഒരു ബന്ധുവായ അച്ഛൻ റോമിൽ പഠിക്കുന്നുണ്ട്, അച്ഛൻ്റെ അഡ്രസ്സ് ഒന്ന് വാങ്ങിക്കൊണ്ട് വരണം. ഞാൻ പള്ളിയിൽ നിന്നും അഡ്രസ്സും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുകയാണ്, നീ ആ പേപ്പർ എടുത്ത് അതിൻ്റെ മറുവശം നോക്കുക. ഒരു വശത്ത് അച്ഛൻ്റെ അഡ്രസ്സ് എഴുതിയിരിക്കുന്നു, മറുവശത്ത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഇതാണ്, കുറച്ച് വാചകങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ഡൗട്ടിങ്, സ്റ്റോപ്പ് തിങ്കിങ് നെഗറ്റീവ്ലി, സിംപ്ലി സ്റ്റാർട്ട് ലിവിങ് ബൈ ഫെയ്ത്ത്, പ്രേ ഏണസ്റ്റ്ലി ആൻഡ് ഹംബ്ലി ആൻഡ് ഗെറ്റ് ഇൻ ടു ദ ഹാബിറ്റ് ഓഫ് ലുക്കിംഗ് എക്സ്പെക്റ്റൻ്റ്ലി ഫോർ ദ ബെസ്റ്റ്. ഇത്രയും വാചകങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ നെഗറ്റീവ് ചിന്തകൾ മുഴുവനും മാറിക്കിട്ടാനായിട്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് മാറിപ്പോയി എന്നുള്ളതാണ്. കാരണം ഇത് തന്നെ അച്ഛനറിയത്തില്ല, വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു എൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകൾ. എന്നാൽ ആ കൃത്യസമയത്ത് ഈശോ ഇടപെട്ട് ഈ ഇതെല്ലാം എനിക്ക് കിട്ടിയപ്പോഴത്തേക്കും നല്ല ശക്തിയായി. പിന്നെ ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞ് നോക്കിയില്ല, അടുത്ത സ്റ്റെപ്പ് ഞാൻ വെക്കുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞു, ഞാനിങ്ങനെ മഠത്തിൽ ചേരുകയാണ്, കുന്നന്താനത്താണ് പോകുന്നത്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞത് ഇതാണ്, നീ 6 മാസം അവിടെ പോയി നിൽക്കുക, ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ചു വരിക. ഇങ്ങനെ ഒരു കാര്യം അപ്പച്ചൻ പറഞ്ഞു. ഞാനപ്പോഴും ഓർത്ത് അപ്പച്ചൻ എന്നെ എങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ മരണം വരെ ജീവിക്കാനായിട്ട് പോവുകയാണ്, എല്ലാം ഉറച്ച തീരുമാനം എടുത്ത് പോവുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ 5 മാസത്തെ അധ്യാപനം എല്ലാം പൂർത്തിയാക്കി. അപ്പോൾ എനിക്ക് ഒരുമിച്ചാണ് ശമ്പളമൊക്കെ കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നി ഏതായാലും ഞാൻ വീട് വിട്ടു പോരുകയല്ലേ, എന്നിട്ട് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കണം, ചുമ്മാ ഒരു ചിന്ത മനസ്സിൽ വന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും പോയി അത് ഷെയർ ചെയ്തിങ്ങനെ കൊടുത്തു. വീട്ടിൽ നിന്നും പോരുമ്പോൾ ഒന്നും കരയാതെ നല്ല ധൈര്യത്തോടെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്ന് എൻ്റെ അമ്മച്ചിക്ക് ഞാനൊരു പൈസ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അമ്മച്ചി ചോദിച്ചു, നീ എന്നതായി കാണിക്കുന്നത് വെച്ചാൽ അമ്മ ഒച്ച കരച്ചിൽ. അതോടുകൂടി എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്നാലും ഞാൻ നല്ല ധൈര്യത്തോടു കൂടി തന്നെ എൻ്റെ വീട് വിട്ട് സന്യാസം സ്വീകരിച്ചു. 1979 ഞാൻ സന്യാസ സമൂഹത്തിലേക്ക് വന്നത്. ഏപ്രിൽ 30 വിശുദ്ധ ജോസഫ് കൊത്തല്ലങ്കോ ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദിവസം
കുന്നന്താനത്തുള്ള ആ വാടക വീട്ടിൽ എത്തിച്ചേരാനായിട്ട് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ സിസ്റ്റർ ഈ സന്യാസ ജീവിതം ആരംഭിക്കുന്ന ആ കാലഘട്ടം മുതൽ എന്തൊക്കെ അനുഭവങ്ങളായിരുന്നു സിസ്റ്ററിന് ഫേസ് ചെയ്യേണ്ടി വന്നത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക എന്തെങ്കിലും ചെയ്തിരുന്നോ? ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് സ്വർഗീയമായൊരു സന്തോഷമാണ് അനുഭവപ്പെട്ടത്, ഈശോ കൂടെ നടക്കുന്ന അനുഭവം. എന്നാൽ പിന്നീട് നോവിഷ്യേറ്റിലൊക്കെ ആയപ്പോഴത്തേക്കും ചില സംഘർഷങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ജോലികളൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ എന്നൊരു വലിയൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം വീട്ടിൽ വെച്ച് ഞാൻ ജോലികളൊന്നും ചെയ്തിട്ടില്ല, മുറ്റം ഒടിക്കാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാരണം വീട്ടിലങ്ങനെ ആരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ടില്ല. പിള്ളേരൊക്കെ പഠിക്കട്ടെ, പിന്നെ അവസാനം ജോലിയൊക്കെ ചെയ്യാം എന്നൊരു ചിന്തയായിരുന്നു അപ്പച്ചന്. വീട്ടിൽ ജോലിക്കാരും ഉണ്ടായിരുന്നു, ചേച്ചിമാരുണ്ടായിരുന്നു, അമ്മച്ചിയുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിച്ചിട്ടില്ല. പക്ഷെ മഠത്തിൽ വന്നപ്പോൾ നമ്മളെല്ലാ ജോലികളും തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നു. പിന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്ന കാര്യത്തിലും എനിക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ എല്ലാവരും തറയിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുകയാണ്. പ്രഭാത ഭക്ഷണത്തിന് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് കഴിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ പഞ്ചസാരയില്ല, ശർക്കരയില്ല, തേങ്ങയില്ല, ഒന്നുമില്ല, പഴം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഇങ്ങനത്തെ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് കഴിച്ചിട്ട് എനിക്കിത് ഇറക്കാൻ പറ്റുന്നില്ല. എൻ്റെ വായിൽ തന്നെ ഇതിങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ഒരു ഇതുണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് എഴുന്നേൽക്കുന്നു, വീണ്ടും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് ജോലികൾക്കായിട്ട് പോകുന്നു. അപ്പോൾ ഞാനിത് കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരുന്നപ്പോഴും ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഈ ഭക്ഷണത്തിൻ്റെ പേരിൽ എൻ്റെ സന്യാസ ദൈവങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ എന്ന് ഈശോയോട് പറഞ്ഞു. അപ്പോൾ ഉടനെ എനിക്കുണ്ടായ അനുഭവം, ആദ്യ ബാച്ചിലർ സിസ്റ്റേഴ്സ്, കിച്ചണിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന അവർ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള അർദ്ദിനികളാണ്. ഇതിൽ ഒരാൾ പോയി 2 പഴം എൻ്റെ മുമ്പിൽ എടുത്തു കൊണ്ടുവന്ന് വെച്ചു. പെട്ടെന്ന് ഞാൻ പഴം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് കർത്താവിൻ്റെ ഇടപെടലാണ്. പെട്ടെന്ന് പഴമൊക്കെ കൂട്ടി ആ ഉപ്പുമാവ് ഞാൻ കഴിച്ചു. എല്ലാവരുടെയും ഒപ്പത്തിൽ തന്നെ ഭക്ഷണം കഴിച്ച് എഴുന്നേക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വന്നപ്പോൾ ജോലികൾ അറിഞ്ഞുകൂടല്ലോ എന്നുള്ളൊരു ചിന്ത വന്നിട്ട് എനിക്കിങ്ങനെ ഒരു തെറ്റായ ഒരു ചിന്ത മനസ്സിൽ കയറിക്കൂടത്, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവുകയില്ല. കാരണം എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നു, അപ്പോൾ എനിക്ക് അത്രയൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് ഇത് ശരിയാവുമോ മുന്നോട്ട് പോയാൽ എന്നുള്ള ചിന്ത വന്നിട്ട്, എന്നാൽ ഞാൻ പോകാം, സന്യാസം ഉപേക്ഷിക്കുന്നില്ല, വീട്ടിലേക്ക് ഞാൻ പോകില്ല, പക്ഷെ വേറെ ഏതെങ്കിലും ഒരു സന്യാസ സമൂഹത്തിൽ ചേരാം. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്ന് നിറഞ്ഞ് പിന്നെ എനിക്ക് എപ്പോഴും ഇത് തന്നെയായി ചിന്ത, ഇവിടെ ഞാൻ തുടരുന്നില്ല, ഇവിടെ തുടരാൻ എനിക്കാവില്ല, തുടർന്നാൽ ശരിയാവില്ല എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ഞാൻ അതും ഇങ്ങനെ ആരോട് പറയാനും പറ്റുന്നില്ല. പക്ഷേ ഈശോയോട് ചോദിച്ചുകൊണ്ടിരുന്നു, മാതാവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു, മാതാവെ സഹായിക്കണം, മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവം പറയാം. അത് 1980 അത് ഓഗസ്റ്റ് 15 മാതാവിൻ്റെ ഫീസ്റ്റിൻ്റെ ദിവസമാണ്. അപ്പോൾ ഞാൻ കുർബാനയിൽ പള്ളിയിൽ പോയി അവിടെ ചെന്നിട്ടും കുർബാന ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈശോ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കാണിച്ചു തരണം, ഇവിടെ ഞാൻ നിന്നാൽ ശരിയാവത്തില്ല, വേറെ ഏതെങ്കിലും മഠത്തിൽ ചേരാം. അപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം, വലിയൊരു പ്രകാശം ഇങ്ങനെ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നതായിട്ട് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അവിടെ ഒരു വചനം ഞാൻ കണ്ടു, നിനക്ക് എൻ്റെ കൃപ മതി. പിന്നെ വ്യക്തമായൊരു വചനം എഴുതി ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോഴത്തേക്കും പിന്നെ എൻ്റെ ആ കോളിളക്കങ്ങളെല്ലാം അവസാനിച്ചു. ഭയങ്കരമായ അസ്വസ്ഥതകളെല്ലാം മാറി, വലിയ ശാന്തത കിട്ടി. പിന്നീട് ഒരിക്കൽ പോലും എനിക്ക് മഠം വിട്ടു പോകണമെന്നോ വേറെ സന്യാസ സമൂഹത്തിലേക്ക് അങ്ങനെ യാതൊരു ചിന്തകളും വന്നിട്ടില്ല. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും മഠം വിട്ടു പോകണം എന്നുള്ള ചിന്തയൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. പിശാചിൻ്റെ ഒരു പ്രലോഭനമായിരുന്നു അത്. വിശുദ്ധ കുർബാനയുടെ മധ്യേ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വഴി അതിൽ നിന്നൊരു വിമോചനം കിട്ടിയതായിട്ടാണ് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത്. അപ്പോൾ സിസ്റ്ററിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോന്നും ഫേസ് ചെയ്യുമ്പോഴും സിസ്റ്റർ ആ സമയത്തൊക്കെ എന്താണ് കൂടുതലായി ചെയ്യുക? അത് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണോ ചെയ്യുന്നത്? എന്തായിരുന്നു സിസ്റ്ററിൻ്റെ ഒരു ബലം? ഞാൻ ഈശോയോട് സംസാരിക്കും, നമ്മൾ സംസാരിക്കുന്നത് പോലെ ഈശോ ഞാൻ എന്ത് ചെയ്യണം, ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ. അതല്ലാതെ കൂടുതൽ ശൈലികളൊന്നും എനിക്കറിയില്ല, കൂടുതൽ വാക്കുകളൊന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് ഇന്ന പ്രശ്നമാണ്, ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഉത്തരം കർത്താവ് തരും. ഒന്നുകിൽ വചനത്തിൽ കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ കൂടെയൊക്കെ കൃത്യമായ ഉത്തരം തന്ന് മുന്നോട്ട് നയിക്കുന്ന അനുഭവമാണ് എനിക്കുണ്ടായത്. കുട്ടിക്കാലത്ത് സിസ്റ്ററിനെ മാതാപിതാക്കൾ പ്രാർത്ഥിപ്പിക്കുവാൻ പരിശീലിപ്പിച്ചതൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു ഭക്തിയുടെ മാർഗം ഏത് രീതിയിലായിരുന്നു? ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു, എൻ്റെ വീട്ടിൽ അപ്പച്ചനാണ് കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നതെന്ന്. ഞാൻ കണ്ട ഒരു കാര്യം,
അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഒരു സ്പെഷ്യൽ പ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അത് കുടുംബ പ്രാർത്ഥന എല്ലാം തീർന്ന ശേഷമാണ് മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് എത്രയും ദയുള്ള മാതാവ് എന്നൊരു പ്രാർത്ഥന അവരെന്നും ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നിയോഗം എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ഞങ്ങൾ എല്ലാവരും ചിന്തിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ഒരു പ്രാർത്ഥന എന്തിനാണ്. പക്ഷേ പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സിലായത് അവർ ഈ 7 മക്കളിൽ നിന്നും ഒരാൾക്കെങ്കിലും ഒരു ദൈവവേലയ്ക്കായിട്ട് പോകാൻ, അതായത് ഒന്നുകിലൊരു സന്യാസ ജീവിതം അല്ലെങ്കിൽ വൈദിക ജീവിതം കിട്ടാൻ വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയായിരുന്നത് വളരെ പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഈ സന്യാസ ദൈവവിളി കിട്ടിയത് അവരുടെ ഈ പ്രാർത്ഥനയുടെ ആ വലിയ ഒരു ശക്തിയാലാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് കർത്താവ് നൽകിയത് ഞാൻ വിശ്വസിക്കുക. മാത്രമല്ല എൻ്റെ സഹോദരങ്ങളിലാണെങ്കിലും ഏറ്റവും ഇളയ സഹോദരൻ കോതമംഗലം രൂപതയിലെ സ്പിരിച്വൽ കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തിയാണ്. ഒത്തിരി വൈദികരെയും സമർപ്പിതരെയും കുടുംബജീവിതക്കാരെ ഈശോയിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവനൊരു അച്ഛനല്ലെങ്കിലും വിവാഹിതനാണ്, 3 മക്കളുണ്ട്. എങ്കിലും അവനൊരു സുവിശേഷകനായിട്ട് നല്ല ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു ചേച്ചി ഏഴുമുട്ടം ധ്യാന കേന്ദ്രത്തിൽ സ്പിരിച്വൽ കൗൺസിലിങ്ങിനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ ചേച്ചിമാരും തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരാണ്. മൂത്ത ചേച്ചിയുടെ ഒരു മോള് ഞങ്ങളുടെ ഇവിടെ കുന്നന്താനത്ത് സിസ്റ്ററായിട്ട് ചേർന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇളയ സഹോദരൻ്റെ മകള് അവളിപ്പോൾ +2 കഴിഞ്ഞു, 96% മാർക്കിൽ അത് ജയിച്ചു. അവളും മഠത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ആ പ്രാർത്ഥനയുടെ ഫലം അനേകം തലമുറകളിലേക്ക് തന്നെ നീങ്ങുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സിസ്റ്ററിൻ്റെ കുടുംബം നല്ലൊരു പ്രാർത്ഥനാ അന്തരീക്ഷവും അടിത്തറയും ഒക്കെ ഉള്ള ഒരു കുടുംബമാണല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. ഞങ്ങളുടെ വീട്ടിൽ 7 മക്കളിൽ 4ാമത്തെ ആളായിരുന്നു സിസ്റ്റർ റോസ്ലി. ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ പോകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞതിനാൽ അടുത്തുള്ള ആശാൻ കളരിയിൽ വിടുകയും 3.5 വയസ്സുള്ളപ്പോൾ പെട്ടെന്ന് തന്നെ അക്ഷരങ്ങളൊക്കെ പഠിച്ച് തീർന്നതിനാൽ 4 വയസ്സുള്ളപ്പോൾ 1ാം ക്ലാസ്സിൽ ചേർത്തു. പിന്നീട് സെൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടെ പഠനകാലത്ത് തന്നെ നല്ല നിലവാരം പുലർത്തിയിരുന്നു. പഠിക്കുമ്പോൾ നല്ല മാർക്കോടുകൂടി എല്ലാ ക്ലാസ്സിലും ജയിച്ചിരുന്നു. സൺഡേ സ്കൂളിൽ എല്ലാ വർഷവും നല്ല മാർക്ക് കിട്ടിയിട്ട് സമ്മാനം കിട്ടുകയും ചെയ്യുമായിരുന്നു. ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു സിസ്റ്റർ റോസ്ലി. എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. തിരുമാല സഖ്യം, സൊഡാലിറ്റി, മിഷൻ ലീഗ് തുടങ്ങിയ സംഘടനകളിലെ നല്ല ഒരു പ്രവർത്തകയായിരുന്നു. 10ാം ക്ലാസ് പാസ്സായ ഉടനെ കോളേജിൽ പോകുന്ന സമയത്ത് തന്നെ നല്ലപോലെ അണിഞ്ഞൊരുങ്ങി തലയിൽ പൂവൊക്കെ ചൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് കോളേജിൽ. അപ്പോൾ ഞങ്ങളാരും ഓർത്തിട്ടില്ല ഇതുപോലെ ഒരു സിസ്റ്ററായി തീരുമെന്ന്. കൂട്ടുകാരും വീട്ടുകാരും ആരും ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു സിസ്റ്റർ റോസ്ലി ഒരു സിസ്റ്ററായി വരുമെന്നുള്ളത്. BA ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് ഉടനെ തന്നെ B.Edന് ചേർന്നു. അവിടെയും നല്ല മാർക്കോടുകൂടി ജയിച്ചു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെ സെൻറ്റ് അഗസ്റ്റിനിൽ തന്നെ ടീച്ചറായിട്ട് ജോലി കിട്ടി. അവിടെ പഠിച്ചിരുന്നപ്പോഴാണ് ദൈവവിളിയെക്കുറിച്ചുള്ളൊരു ചിന്ത വരികയും മഠത്തിൽ പോകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തത്. മഠത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചേച്ചിമാർ അതിനെ നിരുത്സാഹപ്പെടുത്തി. ഇപ്പോൾ പോകണ്ട, ഞാൻ പറഞ്ഞു ഇപ്പോൾ പോവുകയാണെങ്കിൽ തന്നെ കുറേ കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പോകണ്ട എന്നുള്ള ചിന്തയിലാണ് അങ്ങനെ പറഞ്ഞത്. എന്നാലും വീട്ടിൽ മറ്റുള്ള സഹോദരങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലായിരുന്നു ഇങ്ങനെ മഠത്തിൽ പോകുന്ന കാര്യം. എന്നാലും സിസ്റ്റർ പെട്ടെന്ന് തന്നെ ജോലി രാജിവെച്ച് മഠത്തിൽ ചേരുക ചെയ്തത്. ദൈവത്തിൻ്റെ നിഗൂഢമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇതെന്നുള്ളത് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത്. ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന സന്യാസിനി സഭാ അംഗമായ സിസ്റ്റർ റോസ്ലിയുടെ ജീവിത അനുഭവങ്ങളാണ് നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. സിസ്റ്ററിൻ്റെ കൂടുതൽ ജീവിത അനുഭവങ്ങൾക്കായി അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാം.